ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. കടുവയെ വനംവകുപ്പ് സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്നിഫർ ഡോഗിനെ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 8 മണി വരെ കടുവ എവിടെയെന്ന് വനംവകുപ്പ് കൃത്യമായി കണ്ടെത്തിയിരുന്നു. എന്നാൽ കടുവ രാത്രിയിൽ ഈ സ്ഥലത്ത് നിന്ന് നീങ്ങി. രാവിലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് സ്നിഫർ ഡോഗിനെ തേക്കടിയിൽ നിന്നെത്തിച്ച് തെരച്ചിൽ തുടങ്ങിയത്. 2 വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന 50 പേരുടെ സംഘമാണ് ദൗത്യത്തിന്. കടുവയെ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കാര്യക്ഷമമായ പരിശോധന തന്നെ കണ്ടെത്തുകയും കടുവ അവശനിലയിലാണ് എന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തു. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഞാൻ ലോട്ടറി കച്ചവടമാണ്. എനിക്ക് എൻ്റെ ഉപജീവനം ഇതാണ്. രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പം ഞാൻ വരാൻ നേരത്തെ ഈ കടുവ ഇടയ്ക്ക് കിടന്ന് ഏതെങ്കിലും ആക്രമിച്ചാൽ എന്നാ ചെയ്യും? കടുവ കാട് കയറാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളുന്നില്ല. എന്നാൽ ഇക്കാര്യം ഉറപ്പുവരുത്തുന്നവരെ നിരീക്ഷണം ശക്തമായി തുടരുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.